ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ എന്താ പറയുക മധുരവും ഉപ്പും ഒക്കെ കൂടി ചേർന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ സ്നാക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ചീച്ചെടുത്തിട്ടുണ്ട്, അതായത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൈസൂർ പഴം എന്ന് പറയും, പാളയംകോടൻ പഴം എന്ന് പറയും, ഓരോ നാട്ടിൽ ഓരോന്ന് പറയും, അത് ഒരു പഴം അതിൻ്റെ അകത്തേക്ക് പീസ് പീസാക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരട്ടിയിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് കടിക്കാനുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുക. അതായത് നമ്മുടെ എന്താ പറയുക മൈദപ്പൊടി എടുത്താലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തി ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കേണ്ട പാത്രത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ്. കാരണം പോർഷൻസ് ആക്കുകയാണ് നമുക്ക്, എങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതൊരു റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ റോളാക്കുന്നത്, നിങ്ങൾക്ക് റോൾ വേണമെങ്കിൽ റോളാക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ചിക്കൻ റോളൊക്കെ ഉണ്ട്, ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്, അത്ര ലെങ്ത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും എന്താ പറയുക ഉണ്ടകൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ബോൾസ് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്, ലെങ്ത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊരു ലൂസായ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. ഇതാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ മതി. കാരണം വെച്ചാൽ കൂടുതൽ നമുക്ക് മാവായിട്ട് അതിൽ കാണേണ്ട ആവശ്യമില്ല. ഇതിനൊരു എന്താ പറയുക ഈ സേമിയ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് മാത്രം. ഇതെന്ന് വെച്ചാൽ സേമിയാണ്. സേമിയ നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുത്തത്, മിക്സിയിൽ ഇട്ടിട്ടല്ല, കൈ കൊണ്ട് പൊടിച്ചെടുത്തത്. ഇനി നമ്മുടെ ഓരോ റോളും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മൈദ മിക്സിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ സേമിയത്തിൻ്റെ പൊടിയിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്താൽ മതി. നന്നായിട്ട് കവർ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, അവിടെ ഇവിടെ ആയിട്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈദ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ മിക്സ് ചെയ്യേണ്ട, ആവശ്യാനുസരണം നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ, സാധനം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്ത മുക്കിയെടുത്ത നമ്മുടെ റോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റോൾ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡേക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിം. കാരണം സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ തീ കുറച്ചും കൂട്ടിയും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായി തീ കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എന്താ പറയുക വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ഇതിലേക്ക് കുടിക്കും. അതുകൊണ്ട് അത് കണ്ടനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്ത് മാറ്റുകയാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ സേമിയത്തിൻ്റെ ആ കമ്പൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത പോർഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു മധുരവും ഒരു ഉപ്പും, ഓവർ മധുരമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും. അപ്പോൾ ഇത് നമ്മുടെ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.